Integrals of some particular functions. അതിന്റെ രണ്ട് വീഡിയോസ് ഓൾറെഡി കഴിഞ്ഞു. ഇത് അതിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇവിടെ ചെറിയ ചില വ്യത്യാസങ്ങളുള്ള ചില പ്രോബ്ലംസ് എങ്ങനെ ആ രീതി ഉപയോഗിച്ച് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം ഇന്റഗ്രൽ ഓഫ് 5x - 2 by 1 + 2x + 3x square dx. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൽ സം പർട്ടിക്കുലർ ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇൻ്റഗ്രേഷനിൽ 6 ഫോർമുലയാണ് ഉള്ളത്. ഈ 6 ഫോർമുലയുടെ ന്യൂമറേറ്ററിൽ 1 ആയിരുന്നു. ഇനി 1 അല്ലാത്ത ചില കേസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രോബ്ലംസ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ടി കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിന് ടി കൊടുത്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരത്തക്ക രീതിയിൽ പിന്നെ ന്യൂമറേറ്ററിൽ എന്തുണ്ടോ അതും ഡി എക്സും ഒന്നിച്ച് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന രീതിയിൽ ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാകത്തിന് ആ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 1 അല്ല, പകരം വേറൊരു ഫംഗ്ഷനാണ്. ഇനി നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഞാൻ ഡിനോമിനേറ്ററിന് ടി എന്ന് കൊടുത്തിട്ടൊന്ന് എഴുതി നോക്കാം. വട്ട് ഈസ് ടി? ടി ഈക്വൽ ടു 1 + 2x + 3x സ്ക്വയർ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി ടി എന്താ വരിക? ഇറ്റ് ഈസ് 2 + 6x dx ആണ്. ഇപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്കുള്ളത് ഈ 2 + 6x എന്ന ഫംഗ്ഷൻ അല്ല, പകരം വേറൊരു പാറ്റേണിലാണ് ഇത് കിടക്കുന്നത്. അതായത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ന്യൂമറേറ്റർ ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 5x - 2 എന്നുള്ള ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ്, അതായത് ഈ പോർഷൻ ഇത് വരത്തക്ക രീതിയിൽ ഇതിന്റെ രൂപം മാറ്റിയിട്ട് എഴുതണം. അപ്പം അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. Let numerator equal to, that is 5x - 2 equal to a into derivative of denominator, that is 2 + 6x plus b എന്ന് assume ചെയ്യും. Let the numerator is equal to a into derivative of denominator, അതാണ് ഈ ടേം, പ്ലസ് ബി എന്ന് assume ചെയ്യാം. ഇവിടെ എയും ബിയും കോൺസ്റ്റൻസ് ആണ്, അതിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എക്സിന്റെ ടേംസ് മാത്രം ഇക്വേറ്റ് ചെയ്യാം, എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ഈ സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് y 5 is equal to, ഇവിടെ ഏതാ എക്സ് വരുന്ന ടേം? 6x into a, that is 6a ആണ് വരിക. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത് 6a. ഇതിൽ നിന്നും നമുക്ക് a ഈക്വൽ ടു 5/6 എന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബി കൂടെ വരണം. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും കോൺസ്റ്റൻസിനെ ഇക്വേറ്റ് ചെയ്യാം. ബിക്കോസ് ബി വരുന്നത് കോൺസ്റ്റന്റ് ഫോമിലാണ്, അതുകൊണ്ട് കോൺസ്റ്റൻസിനെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഈ സൈഡിലെ കോൺസ്റ്റന്റ് -2 ഈക്വൽ ടു, ഇവിടെ ഏതാ കോൺസ്റ്റന്റ് പാർട്ട് വരിക? 2a + b എന്ന് കിട്ടും. ഇതിൽ നിന്നും വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ബി? നമുക്കിനി ബിയുടെ വാല്യൂ ആണ് വേണ്ടത്. ബി ഈസ് ഈക്വൽ ടു -2 - 2a. ഈ 2a ഇങ്ങോട്ട് മാറ്റി. ഇനി ആ 2a എന്നുള്ളതിന് എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതിവിടെ കൊടുക്കാം. അപ്പം എന്താ കിട്ടുക? -2 - 2 ഇൻറ്റു എയുടെ വാല്യൂ 5/6. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 2ഉം ഈ 6ഉം തമ്മിൽ കട്ട് ചെയ്യാം, 3 ടൈംസ് ആക്കി. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് എന്താ കിട്ടുക? -2 × 3, that is -6 - 5 divided by 3 എന്നാണ്. or the value is -11/3. ഇതാണ് ബിയുടെ വാല്യൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 5x - 2ന്റെ എക്സ്പ്രഷൻ ഇങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ന്യൂമറേറ്ററിൽ 5x - 2ന് പകരം എയുടെയും ബിയുടെയും വാല്യൂ ഈ എക്സ്പ്രഷനിൽ കൊടുത്ത് ഇതിനെ നമ്മൾ ഇതിന്റെ ന്യൂമറേറ്റർ ആക്കി മാറ്റുകയാണ്. ഓക്കെ, സോ ദിസ് ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു, എയുടെയും ബിയുടെയും വാല്യൂ കൊടുത്തുകൊണ്ട് ന്യൂമറേറ്ററിനെ മാറ്റുകയാണ്. ഇന്റഗ്രൽ ഓഫ് എന്താ കിട്ടുക? എ ഇൻറ്റു വാട്ട് ഈസ് എ? 5/6 ഇൻറ്റു 2 + 6x പ്ലസ് ബി. ബിയുടെ വാല്യൂ എത്രയാ? -11/3 ഡിവൈഡഡ് ബൈ എന്താണോ ഡിനോമിനേറ്റർ ഉണ്ടായിരുന്നത് അത് 1 + 2x + 3x square dx എന്നാക്കിയിട്ട് മാറ്റി. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇങ്ങനെ തുടങ്ങിയത്. ഇതിൽ നിന്നും എയുടെ ബിയുടെയും വാല്യൂ കണ്ടു, ആ എയും ബി
ഉപയോഗിച്ച് 5x - 2നെ അതിന്റെ പുതിയ രൂപത്തിൽ ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബാക്കി സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. സോ യൂസിങ് ദിസ് എക്സ്പ്രഷൻ 1 + 2x + 3x² ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ 2 ഇന്റഗ്രൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ഈ ടേം ഡിവൈഡഡ് ബൈ ദി ഡിനോമിനേറ്റർ. അതിൽ 5/6 കോൺസ്റ്റന്റ് ആണല്ലോ. സോ 5/6നെ പുറത്തു നിർത്തി ഇന്റഗ്രൽ ഓഫ് 2 + 6x ഡിവൈഡഡ് ബൈ 1 + 2x + 3x² dx. ഇതിനെ 2 ടേം ആക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഇന്റഗ്രലാണ് ഈ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ഇന്റഗ്രൽ എന്താ കിട്ടുക? ഈ രണ്ടും ചേർത്താൽ ഇവിടെ ചിഹ്നം മൈനസ് ആണ്. സോ ഞാൻ ഇവിടെ മൈനസ് എഴുതി. 11/3 is a constant. അതിനെ നമുക്ക് പുറത്തെടുക്കാം. ഇന്റഗ്രൽ ഓഫ് ബാക്കി അവിടെ എന്താണുള്ളത്? 11/3 പുറത്തെഴുതിയാൽ 1. സോ 1/1 + 2x + 3x² dx. നമ്മൾ ഈ ചോദ്യത്തിന് 5x - 2നെ അതിന്റെ പുതിയ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് എഴുതി. ആ പുതിയ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഇന്റഗ്രലിനെ 2 ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 5/6 ഇൻറ്റു ഇനി നോക്കുക, ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ കിടക്കുന്നത് അല്ലെ. ഇനി ഇതിന് ടി കൊടുത്താൽ നമ്മൾ ടി ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ന്യൂമറേറ്റർ? ഇത് മൊത്തം dt ആവും. അപ്പൊ dt/t എന്നുള്ള ഫോമിലാണ് അതുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ വീണ്ടും ടി കൊടുത്ത് dt/t എന്ന് എഴുതി ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആൻസർ എന്താണ്? ലോഗ് മോഡുലസ് ഓഫ് ദ ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പൊ അതിവിടെ ഞാൻ ഡയറക്റ്റ് എഴുതുകയാണ്, ലോഗ് മോഡുലസ് ഓഫ് ദ ഡിനോമിനേറ്റർ. നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ നമ്മളിവിടെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ടാണ് നമ്മൾ ആ പുതിയ എക്സ്പ്രഷൻ ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൈനസ് 11/3 ഇൻറ്റു ഇനി ഇതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇവിടെ ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്ററിലെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ പഠിച്ച 3 ഫോർമുലയുടെ പാറ്റേണിലേക്ക് മാറ്റണം. ഏതാ 3 റൂട്ട് ഇല്ലാത്ത 3 ഫോർമുല ഉണ്ട്, അതിന്റെ പാറ്റേണിലേക്ക് മാറ്റണം. സോ ഇന്റഗ്രൽ ഓഫ് 1/ ഞാനത് ചെയ്യാൻ എളുപ്പത്തിന് സ്ക്വയർ ഉള്ള ടേം x² ആണ് അല്ലെ, 3x² ആണ് ഉള്ളത്. പക്ഷെ അതിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ കൂടെയുള്ള 3നെ അവിടുന്ന് മാറ്റണം, എന്നാലേ ഏത് ആഡ് ചെയ്യണം എന്ന് നോക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ 3 പുറത്തെടുക്കുകയാണ്. ഡിനോമിനേറ്ററിൽ നിന്നും 3 പുറത്തെടുക്കുന്നു. ഇതിനെ ഒന്ന് ഓർഡറിലാക്കും ചെയ്യുന്നു. അപ്പൊ 3x² നിന്ന് 3 പുറത്തെടുത്താൽ ബാക്കിയുള്ളത് x². ഇനി 2xൽ നിന്ന് 3 പുറത്തെടുത്താൽ എന്താ കിട്ടുക? പ്ലസ് 2x/3. പിന്നെ ബാക്കിയുള്ളത് എന്താ? 1ൽ നിന്ന് 3 പുറത്തെടുത്താൽ പ്ലസ് 1/3 dx. 3 ആണ് അതിൽ ബാക്കിയുള്ളത്. ഇനി നമുക്ക് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് മാറ്റണം. അപ്പൊ ആദ്യത്തെ ഭാഗം നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയാൽ അങ്ങനെ തന്നെ എടുത്ത് എഴുതുകയാണ്. ലോഗ് മോഡുലസ് ഓഫ് 1 + 2x + 3x² മൈനസ് 11/ ഈ 3 കൂടെ പുറത്തേക്ക് വരുന്നതല്ലേ ഡിനോമിനേറ്ററിലെ ഈ 3. സോ 3 × 3 ചേർത്ത് ഇവിടെ 9 ആക്കി. ഇന്റഗ്രൽ ഓഫ് 1/ ബാക്കിയുള്ളത് x² + 2x/3. ഇതിന്റെ കൂടെ ഏത് ആഡ് ചെയ്യണം? 2/3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കിട്ടുന്നതിന്റെ സ്ക്വയർ. സോ 2/3 / 2 is 1/3. 1/3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/9 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 1/9 ആഡ് ചെയ്തുകൊണ്ട് മൈനസ് 1/9 ചേർത്തു, പ്ലസ് അവിടെ ഓൾറെഡി ഉള്ള 1/3 ഇറക്കി എഴുതി dx. അപ്പോൾ ഈ 3 ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഹോൾ സ്ക്വയർ ആയി. അപ്പൊ അഗെയിൻ ഫസ്റ്റ് പാർട്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. ലോഗ് മോഡുലസ് ഓഫ് 1 + 2x + 3x² മൈനസ് 11/9 ഇൻറ്റു ഇന്റഗ്രൽ 1/ ഇത് 3 കൂടെ ചേർത്താൽ x + 1/3 ഹോൾ സ്ക്വയർ. ഇനി ഈ രണ്ടെണ്ണം നമ്മൾ ചേർക്കണം. എത്ര കിട്ടുക ചേർത്താല്? മൈനസ് 1/9 പ്ലസ് 1/3 ചേർക്കണം. അപ്പോ 9 ഡിനോമിനേറ്റർ ആക്കി കഴിഞ്ഞാൽ -1 + 3 വരും അല്ലെ. സോ വാട്ട് ഈസ് ദ ആൻസർ? 2/9 ആണ് ആൻസർ അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ പ്ലസ് 2/9 എഴുതി dx. ഈ രണ്ട് ടേമും ചേർത്തിട്ടാണ് 2/9 എഴുതിയത്. ഇനി നോക്കൂ, ഇത് ഏത് ഫോമിൽ വന്നു?
1/x² + a² എന്നുള്ള ഫോമായി അല്ലേ? അപ്പോൾ ആ പാറ്റേൺ ഉപയോഗിച്ച് ആ ഭാഗത്തിന്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ലെറ്റ് us complete the answer. 5/6 into log modulus of 1 + 2x + 3x² minus 11/9 into, now what is the formula? 1/x² + a² is 1/a tan inverse x/a. അപ്പോൾ അതിന് പകരം ഇവിടെ 1/a, എയുടെ വാല്യൂ എത്ര? ഇത് a² ആണ്, 2/9. അപ്പോൾ a എത്രയാണ്? √2/3, 2/9ന്റെ റൂട്ട്. അപ്പോൾ 1/a ആയി. tan inverse, ഇനി x/a, xന് പകരം x + 1/3 by എയുടെ വാല്യൂ √2/3. 3 ആണ് ആൻസറിൽ വരിക, പ്ലസ് ഒരു c. ഇനി നമുക്ക് ഈ ഭാഗത്തിനെ ഒന്ന് ചെറുതാക്കണം. അപ്പൊ എന്തൊക്കെ ചെറുതാക്കാനുണ്ട്? ഈ 3ഉം 9ഉം തമ്മിൽ 3 ടൈംസ്. സോ ഫസ്റ്റ് ടേം ഒരു മാറ്റമില്ല, അതേപോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം. സെക്കൻഡ് ടേം എന്തായി? -11/3√2 tan inverse, ഇവിടെ നമുക്ക് 3 കോമൺ ആക്കാം. അപ്പൊ എന്താ കിട്ടുക? 3x + 1 by 3ഉം ഈ 3ഉം തമ്മിൽ ക്യാൻസൽ ആവും. അപ്പൊ ബാക്കി എന്താണത്? √2 + c. ഇതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിച്ച ഒന്നിലധികം മെത്തേഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് എത്തേണ്ടത്. ഓക്കെ, അടുത്ത പ്രോബ്ലം. ഇന്റഗ്രൽ ഓഫ് 6x + 7/√(x - 5 into x - 4 dx. നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള എക്സ്പ്രഷന്റെ ഡെറിവേറ്റീവ് ആണോ ഇതെന്ന് അറിയണം. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത് തമ്മിൽ ഇൻഡ്യൂസ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ ആദ്യം തന്നെ ഇതിനെ ഒന്ന് ഈ ഉള്ളിലത്തെ ഭാഗം ഇൻഡ്യൂസ് ചെയ്തിട്ട് എഴുതണം. എന്താ കിട്ടുക? 6x + 7 divided by √(x², -5xഉം -4xഉം -9x -5 into -4 + 20 dx. ഇനി നമുക്ക് നോക്കാം എന്താണ് റൂട്ടിന്റെ ഉള്ളിലെ എക്സ്പ്രഷന്റെ ഡെറിവേറ്റീവ്. 2x - 9 ആണ്, അതല്ല മുകളിൽ കിടക്കുന്ന ടേം. അപ്പൊ ഈ അടുത്ത പണി ഈ ടേമിന്റെ ഡെറിവേറ്റീവ് മേലെ വരത്തക്ക രീതിയിൽ 6x + 7നെ മാറ്റണം. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത അതേ മെത്തേഡ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അസ്യൂം ചെയ്യാണ് ലെറ്റ് 6x + 7 = a into ഡെറിവേറ്റീവ് ഓഫ് ഈ റൂട്ടിന്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ. അതെത്ര കിട്ടുക? 2x - 9 പ്ലസ് b എന്ന് അസ്യൂം ചെയ്യാം. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. സോ എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ 6 is equal to 2a, which implies a is equal to 6/2, that is 3 എന്ന് കിട്ടും. ഇനി അടുത്തത് കോൺസ്റ്റൻസിനെ എടുക്കാം. 7 is equal to, ഇവിടുത്തെ കോൺസ്റ്റന്റ് എത്രയാ? -9a + b. ഇതിൽ നിന്നും b is equal to, ഈ 9a ഇങ്ങോട്ട് എടുക്കണം, 7 + 9a. And what is the result? 7 + 9 into 3. 9 into 3 is 27. 27 + 7 is 34. അപ്പോൾ എയും കിട്ടി ബിയും കിട്ടി. ഈ രണ്ട് വാല്യൂസ് ഇവിടെ കൊടുത്താൽ ഇറ്റ് ഈസ് ദ ന്യൂ എക്സ്പ്രഷൻ ഓഫ് 6x + 7. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 6x + 7ന്റെ പുതിയ എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമ്മുടെ ചോദ്യത്തിനെ നമ്മൾ മാറ്റുകയാണ്. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് 6x + 7 divided by √(x - 5 into x - 4 dx is equal to ഇന്റഗ്രൽ ഓഫ്, ഇതിന് പകരം പുതിയ രൂപം, എയുടെ വാല്യൂ എത്രയാ? 3 into 2x - 9 പ്ലസ് ബിയുടെ വാല്യൂ 34 ഡിവൈഡഡ് ബൈ, ഇത് തമ്മിൽ ഇൻഡ്യൂസ് ചെയ്ത ഈ ഫോമിന് എടുത്തെഴുതാം, √(x² - 9x + 20 dx. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ ഇതിനെ രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഏതാ ആദ്യത്തെ ഇന്റഗ്രല്? 3 into 2x - 9 by the denominator. നമുക്ക് അങ്ങനെ എഴുതാം. അതിൽ 3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 3നെ ഞാൻ പുറത്ത് എഴുതാണ്. ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് 2x - 9 by √(x² -
9x plus 20 dx. ഇതാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തെ ആദ്യത്തെ ഇന്റഗ്രൽ. ഇനി രണ്ടാമത്തെ ഏതാ? പ്ലസ് ഇന്റഗ്രൽ 34 ബൈ ദ ഡിനോമിനേറ്റർ. അതിൽ 34 കോൺസ്റ്റന്റ് അല്ലേ? സോ പ്ലസ് 34 പുറത്തു നിർത്തി ഇന്റഗ്രൽ ഓഫ് 1 ബൈ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x സ്ക്വയർ മൈനസ് 9x plus 20 dx. ഇനി ഇത് രണ്ടും ചെയ്ത് ആൻസറിലേക്ക് എത്തണം. അപ്പൊ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടത്, അതിന് മുന്നേ നോക്കുക, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയും ഇത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട രീതിയും വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് റൂട്ടിന്റെ ഉള്ളിലെ എക്സ്പ്രഷന് ടി കൊടുത്താൽ ഇത് മൊത്തം ഡി ടി ആയിട്ട് കിട്ടും. അത് നോക്കിയിട്ടാണ് നമ്മൾ ആ പുതിയ ഫോം ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ അതാണ് മെത്തേഡ്. ഇവിടെ എന്താ മെത്തേഡ്? നമ്മൾ പഠിച്ച സ്പെഷ്യൽ പർട്ടിക്കുലർ ഫംഗ്ഷൻസിന്റെ ഫോർമുലയിലേക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ രണ്ടും രണ്ട് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒന്നിച്ച് കൊണ്ടുപോകുന്നില്ല. ഞാൻ ഇവിടെ ഇതിനെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് രണ്ട് ഇന്റഗ്രലും വേറെ വേറെ ചെയ്യാം, എന്നിട്ട് ആൻസറിലേക്ക് വരാം. സോ ഇതിലെ ഫസ്റ്റ് ഇന്റഗ്രൽ ഏതാ? ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് 2x minus 9 by root of x square minus 9x plus 20 dx. ഈ ആദ്യത്തെ ഇന്റഗ്രൽ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ചെയ്യാൻ എന്ത് വേണം എന്നുള്ളതെല്ലാം ക്ലിയർ ആണ്. t is equal to ഡിനോമിനേറ്റർ കൊടുക്കുക, that is x square minus 9x plus 20. Then what is dt? It is 2x minus 9 dx. അതിനാണ് ഈ 2x minus 9 നമ്മൾ മേലെ വരുത്തിയത്. ഇനി ഇത് അപ്ലൈ ചെയ്താൽ ഇതിനെ നമുക്ക് 2x minus 9 dx dt എഴുതി ഡിവൈഡഡ് ബൈ ഇതെന്തായി? റൂട്ട് ടി ആയി അല്ലെ? അപ്പൊ ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ടി ഡിനോമിനേറ്ററിലാണ്. അപ്പൊ 1 ബൈ ടി റേസ്റ്റ് 1 ബൈ 2. ഇനി ടി റേസ്റ്റ് 1 ബൈ 2 ഡിനോമിനേറ്റർ ഉള്ളത് മേലേക്ക് ആക്കുമ്പോൾ എന്താ കിട്ടുക? ടി റേസ്റ്റ് മൈനസ് 1 ബൈ 2 ഡി ടി എന്നായി. Now integrate t raised to minus 1 by 2. അപ്പോൾ എന്താ കിട്ടുക? t raised to minus 1 by 2 plus 1 by minus 1 by 2 plus 1 plus c കൊടുക്കണ്ട, c1 കൊടുക്കുക. കാരണം രണ്ട് ഇന്റഗ്രലും ചെയ്യണമല്ലോ. എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് c കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എന്താണ് മൈനസ് 1 by 2 plus 1? അത് 1 by 2 ആണ്. അപ്പൊ ഇവിടെ 1 by 2 വന്നു. ഈ ന്യൂമറേറ്ററും ഈ ടിയുടെ പവറും എന്തായി? 1 by 2 ആയി. ഇനി എന്ത് വേണം? ഈ 1 by 2നെ തിരിച്ചിടണം. തിരിച്ചിടുമ്പോൾ എന്താ കിട്ടുക? 1 by 2 തിരിച്ചിട്ടാൽ 2 by 1. ആ 2നെ ഞാൻ ഇവിടെ എഴുതി. സോ ദ റിസൾട്ട് ഈസ് 2 ഇൻറ്റു ടിക്ക് പകരം ടിയുടെ എക്സ്പ്രഷൻ തിരിച്ചു കൊടുക്കുക. അപ്പൊ എന്താ കിട്ടുക? എക്സ് സ്ക്വയർ മൈനസ് 9x plus 20 raised to 1 by 2 അല്ലെ? ഇനി raised to 1 by 2ന് പകരം നമുക്ക് റൂട്ട് ഓഫ് എഴുതിയാലും പോലെ. റൂട്ട് ടി ആണ് ഈ ടേം അല്ലെ? അപ്പൊ ഇങ്ങനെയും എഴുതാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 9x plus 20 plus c1. ഇതാണ് ഒന്നാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട്. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തെ ഇന്റഗ്രൽ എടുക്കണം. എന്താ രണ്ടാമത്തത്? ഇന്റഗ്രൽ ഓഫ് 1 by root of x square minus 9x plus 20 dx ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിൽ 1 ആണ്. അപ്പൊ 1 by root of x square minus 9x എഴുതി. ഇനി ഇവിടെ ഏത് ടേം ആഡ് ചെയ്താലാണ് ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആവുക എന്ന് അറിയണം. ഏത് ആഡ് ചെയ്യേണ്ടത്? 9 by 2ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വന്നു? പ്ലസ് 9 by 2ന്റെ സ്ക്വയർ മൈനസ് 9 by 2ന്റെ സ്ക്വയർ. ഇത് രണ്ടും നമ്മൾ എക്സ്ട്രാ ചേർത്തു. പിന്നെ അവിടെ ഓൾറെഡി ഉള്ള പ്ലസ് 20 ഉണ്ട്. ഇത്രയും dx ആയി. Now we have to rewrite this as integral of 1 by root of ഈ ആദ്യത്തെ മൂന്നെണ്ണം ചേർക്കാം. അത് ഏതിന്റെ എക്സ്പാൻഷൻ ആണ്? x മൈനസ് 9 by 2 ഹോൾ സ്ക്വയർ ആണ് ഇത്രയും ഭാഗം. ഇനി ഈ രണ്ട് ടേം ചേർക്കണം. നമ്മൾ സൈഡിലേക്ക് എഴുതാം. മൈനസ് 9 by 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 81 by 4 ആണ് അല്ലെ? പ്ലസ് 20. അപ്പൊ ഇത് രണ്ടും ചേർത്താൽ എത്ര കിട്ടുക? മൈനസ് 81 plus 80 the whole divided by 4 and that is minus 1 by 4. അത്രയും dx. ഇനി നമുക്ക് അതിന്റെ ആൻസറിലേക്ക് വരാം. അപ്പൊ ഈ ലാസ്റ്റ് ഇക്വേഷൻ ഞാൻ താഴേക്ക് ഇറക്കി എഴുതാം. 6x plus 7 by root of x minus 5 into x minus 4 dx. അതവിടെ നിൽക്കട്ടെ.
അതാണ് നമുക്ക് ആൻസറിലേക്ക് വരേണ്ട സ്റ്റെപ്പ്. നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് ഏത് ഫോമിൽ വന്നു? 1/√(x² മൈനസ് a². റൂട്ട് ഉണ്ട്. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? log മോഡുലസ് ഓഫ് x പ്ലസ് എന്നാണ് വരേണ്ടത്. എക്സിന് പകരം x മൈനസ് 9/2 പ്ലസ് root of x² minus a², that is x minus 9/2 whole square minus 1/4 plus c2 എന്ന് കൊടുക്കാം. ഇനി ഈ ഭാഗം നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാലോ. ഇതിന് പകരം എന്ത് എഴുതിയാൽ മതി? ഇത്രയും ഒഴിവാക്കിയിട്ട് x² മൈനസ് 9x plus 20 എന്ന് എഴുതിയാൽ പോരെ. അതിനെ മാറ്റിയതാണ് ഇത് അല്ലെ. അപ്പൊ അതിന് പകരം അതിന്റെ ഒറിജിനൽ രൂപം നമുക്ക് കൊടുക്കാം. സോ ദ ആൻസർ ക്യാൻ ബി റിട്ടൺ ആസ് log മോഡുലസ് ഓഫ് x minus 9/2 plus root of ഇതിന് പകരം x minus 9x plus 20. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ രൂപം തന്നെ കൊടുക്കുക. പ്ലസ് c2 എന്ന് എടുക്കാം. ഇതാണ് രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് ആൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ 1ലേക്ക് പോയി നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ അടുത്തത് ആൻസർ മാത്രം അവിടെ നിർത്താം, ബാക്കിയുള്ളതിനും വായിക്കണം. Therefore, equation 1 implies, equation 1ന്റെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ചോദ്യമാണ്. ഇന്റഗ്രൽ 6x plus 7 by root of x minus 5 into x minus 4 dx is equal to, ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഇന്റഗ്രലിൽ ഓൾറെഡി ഒരു 3 ഉണ്ടായിരുന്നു. 3 into ഇനി ഒന്നാമത്തെ ഇന്റഗ്രലിന്റെ ആൻസർ അതെത്രയാ? 2√x² minus 9x plus 20 പ്ലസ് c1 എഴുതണ്ട. c1നും c2നും കൂടെ ഒന്നിച്ചൊരു c നമ്മൾ കൊടുക്കും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടേം. പ്ലസ് ഇനി അടുത്ത ആൻസർ എത്രയാ? 34 ഇവിടെ ഉണ്ട്. 34ന്റെ കൂടെ ആ ഇന്റഗ്രൽ എടുക്കണം. സോ 34 into log മോഡുലസ് ഓഫ് x minus 9/2 പ്ലസ് റൂട്ട് ഓഫ് x² മൈനസ് 9x plus 20. ഇതെല്ലാം റൂട്ടിന്റെ ഉള്ളിലാണ്, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതിയതാണ്. അപ്പോൾ രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ എക്സ് വരുന്ന ഏരിയയും കഴിഞ്ഞു. ഇനിയുള്ളത് ആദ്യത്തേലത്തെ c1ഉം രണ്ടാമത്തേലത്തെ c2, രണ്ടിനും കൂടെ ഒന്നിച്ച് ഒരു പ്ലസ് സിയും കൊടുക്കാം. ഇനി ഇവിടെ എന്താ ചെയ്യാനുള്ളത്? 3 into 2 6 ആക്കാം. സോ ദ ആൻസർ ഈസ് 6 into root of x² minus 9x plus 20 plus 34 log modulus of x minus 9/2 plus root of x² minus 9x plus 20 plus c. This is the final answer. അപ്പോൾ ഈ ടൈപ്പ് എല്ലാ ചോദ്യത്തിലും ഈ രീതിയിലാണ് നമ്മൾ പോണ്ടി വരിക. എപ്പോഴാണ് a into d/dx ഓഫ് ഒരു ഭാഗം പ്ലസ് ബി എടുക്കേണ്ടത്? ഡിനോമിനേറ്ററിലുള്ള ടേമിന്റെ ഡെറിവേറ്റീവ് അല്ല മുകളിലെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എടുക്കണ്ടൂ. അഥവാ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ടി കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ ഓഫ് x plus 2 by root of 4x minus x² dx. ഇവിടെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഒന്ന് നോക്കുക. റൂട്ടിന്റെ ഉള്ളിലത്തെ ആ ടേമിന്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുക? 4 minus 2x ആണ്. അതെല്ലാം മുകളിലുള്ളത് ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ let the numerator, that is x plus 2 is equal to a into റൂട്ടിന്റെ ഉള്ളിലുള്ള ഇത്രയും ഭാഗത്തിന്റെ ഡെറിവേറ്റീവ്, that is 4 minus 2x plus b എന്ന് അസ്യൂം ചെയ്യാം. ഇതിൽ നിന്ന് എയും ബിയും കാണാൻ എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ 1 is equal to minus 2a, a into minus 2x. So x വരുന്ന പാർട്ട് minus 2a ആണ്, which implies a equal to minus 1/2. Now equating the constants, 2 is equal to 4a plus b, which implies b is equal to 2 minus 4a. അപ്പോൾ എന്താ കിട്ടുക? 2 minus 4 into minus 1/2. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം. 2 plus 2 equal to 4 വരും. ഇതുപയോഗിച്ച് നമ്മൾ നമ്മുടെ ഇന്റഗ്രലിനെ മാറ്റിയാണ്. ഓക്കെ, therefore integral of x plus 2 by root of 4x minus x² dx is equal to integral of a യുടെ വാല്യൂ minus 1/2 into 4 minus 2x plus b യുടെ വാല്യൂ 4 divided by root of
4x minus x square dx ആക്കി. Now we have to split this as two integral. അതിൽ ആദ്യത്തെ പാർട്ട് -1/2 into 4 minus 2x by denominator. അതിൽ -1/2 is a constant. Integral of 4 minus 2x by root of 4x minus x square dx ആദ്യത്തെ ഇന്റഗ്രൽ ആയി പ്ലസ് 4 by root of ഇതാണ് വരേണ്ടത്. 4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നേരത്തെ പോലെ 4 അവിടെ പുറത്തു വെച്ചു. ഇന്റഗ്രൽ ഓഫ് 1 by root of 4x minus x square dx. Now let this be equation 1. നേരത്തെ ചെയ്ത പോലെ ഓരോ ഇന്റഗ്രൽ ആയിട്ട് ചെയ്യുന്നു എന്നിട്ട് അതിന്റെ ആൻസർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ ആദ്യത്തെ പാർട്ട് ഇന്റഗ്രൽ ഓഫ് 4 minus 2x by root of 4x minus x square dx. അതിന് ക്ലിയർ ആണ് t is equal to 4x minus x square. Then what is dt? 4 minus 2x dx. Using this integral becomes integral 4 minus 2x dx is dt divided by root t. And it is integral t raised to minus 1/2 dt. And the answer is t raised to 1/2 by 1/2 plus c1. നേരത്തെ അതേപോലെ വരും. ഇത് തിരിച്ചിട്ടാൽ 1/2 തിരിച്ചിട്ടാൽ 2 into t raised to 1/2 is root t plus c1 ആയി. അതിൽ tയുടെ എക്സ്പ്രഷൻ കൊടുത്താൽ 2 into root of 4x minus x square plus c1. ഇതാണ് ഒന്നാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട്. Now let us do the second one. Integral of 1 by root of 4x minus x square dx. That is equal to integral of 1 by റൂട്ടിന്റെ ഉള്ളിലാണ് x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് +1 ആക്കണം. അപ്പോൾ ഈ മൈനസ് പോകണം. മൈനസ് റൂട്ടിന്റെ ഉള്ളിൽ പുറത്തെടുത്താൽ x സ്ക്വയർ മൈനസ് 4x ആയി. ഇനി ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് +2 സ്ക്വയർ, അതായത് +4, ഉടനെ -4 ചേർത്തു dx എഴുതി. ഇനി ഇതിനെ ഇന്റഗ്രൽ ഓഫ് 1 by റൂട്ട് ഓഫ് മൈനസ് ഓഫ് ഈ മൂന്നെണ്ണം ചേർത്താൽ x minus 2 whole square. -4നെ -2 സ്ക്വയറിനാക്കി dx എഴുതി. ഇനി ഈ മൈനസ് റൂട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് തന്നെ ആക്കണം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് 1 by minus of -2 square is +2 square minus x minus 2 whole square dx. This is of the form 1 by a square minus x square. So what is the result? Sin inverse x by a plus c ആണ്. അപ്പോൾ ഇവിടെ sin inverse of x ന് പകരം x minus 2 by a യുടെ വാല്യൂ എത്രയാണ്? അതും 2 ആണ്. a square 2 square ആണ്. So a is equal to 2 plus c2. ഇതാണ് രണ്ടാമത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട്. ഇനി നമുക്ക് ഇക്വേഷൻ 1ലേക്ക് വരാം. Therefore, അപ്പോൾ നിങ്ങളാവുമ്പോൾ അത് എടുത്ത് എഴുതുക. Therefore equation 1 implies this integral is equal to, നമുക്ക് ആൻസർ ഇവിടെ എഴുതാം. എന്താ കിട്ടുക? ആദ്യത്തേല് ഒരു -1/2 എന്നൊരു പാർട്ട് ഉണ്ട്. സോ -1/2 ഇൻറ്റു ബാക്കി ആൻസർ എന്താ? 2 into root of 4x minus x square. ഇതാണ് ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടിയത്. -1/2 ഒഴിച്ച് ബാക്കിയുള്ള ഇന്റഗ്രലിന്റെ റിസൾട്ട് പ്ലസ് 4 into രണ്ടാമത്തെ പാർട്ടിൽ 4 into ഉണ്ട്. ഇനി ഈ ഇന്റഗ്രൽ അതിന്റെ ആൻസർ എന്താണ്? sin inverse x minus 2/2. അപ്പൊ എല്ലാ ഇന്റഗ്രേഷനും കഴിഞ്ഞു. ഇനി c1ഉം c2ഉം കൂടെ ഒന്നിച്ച് ഒരു c അങ്ങ് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് ആൻസറിലേക്ക് ആക്കാൻ എന്താ ചെയ്യാനുള്ളത്? ഒരു 2 ഉണ്ട്, ക്യാൻസൽ ചെയ്യാൻ. സോ ദ ആൻസർ ഈസ് -√4x minus x square പ്ലസ് ഈ 4ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാൻ പാടില്ല, ബിക്കോസ് അത് സൈൻ ഇൻവേഴ്സിന്റെ പാർട്ടാണ്. അപ്പൊ അങ്ങനെ തന്നെ എഴുതാം. 4 into sin inverse x minus 2/2 plus this is the answer. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് കുറച്ച് ലെങ്തി ആണ്. രണ്ട് ഇന്റഗ്രൽ വേറെ വേറെ ചെയ്തിട്ട് വേണം ആൻസറിലേക്ക് എത്തിക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം.